കാർഷിക വാർത്തകളിലേക്ക്. ഏലം കർഷകർക്ക് അനുവദിച്ച ആശ്വാസധനം നാമമാത്രമെന്ന പരാതി. വിലയിടിവും ഏലം കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. വിപണിയിൽ താരമായി വെള്ളക്കുരുമുളക്. ഏലം കർഷകർക്ക് ഇരട്ട പ്രഹരം. കഴിഞ്ഞ വർഷത്തെ കനത്ത വരൾച്ചയിൽ കൃഷിനാശം സംഭവിച്ച ഏലം കർഷകർക്ക് സർക്കാർ അനുവദിച്ചത് കേവലം 10 കോടി രൂപയുടെ ആശ്വാസധനം മാത്രം. സംസ്ഥാനത്തെ 22,311 കർഷകരുടെ 40,550 ഏക്കറിലെ ഏലം കൃഷിയാണ് കഴിഞ്ഞ വേനലിൽ കരിഞ്ഞുണങ്ങിയത്. 100 കോടി രൂപയിൽ അധികം കൃഷിനാശം സംഭവിച്ചിട്ടും അതിന്റെ 10-1 പോലും അനുവദിക്കാത്തതിന്റെ ഞെട്ടൽ വിട്ടുമാറും മുന്നേ ലേലത്തിൽ മികച്ച ഇനം ഏലക്ക വില ഈ വർഷം ഇതാദ്യമായി 3,000 രൂപയുടെ നിർണായക താങ്ങും നഷ്ടപ്പെട്ടു. തേക്കടിയിൽ നടന്ന ലേലത്തിൽ മികച്ച ഇനങ്ങളുടെ വില 2,962 രൂപയിലേക്ക് ഇടിഞ്ഞു. ജനുവരി ആദ്യം രേഖപ്പെടുത്തിയ 4,511 രൂപയാണ് 2025-ലെ ഏറ്റവും ഉയർന്ന വില. ഓഫ് സീസൺ കാലയളവിൽ വില ഉയരുമെന്ന പ്രതീക്ഷയും ഫലം കണ്ടില്ല. ശരാശരി ഇനങ്ങളുടെ വില കിലോ 2,654 രൂപയായി താഴ്ന്നു. മൊത്തം 52,647 കിലോ ഏലക്കയുടെ കൈമാറ്റം നടന്നു. കയറ്റുമതിക്കാരും ആഭ്യന്തര വ്യാപാരികളും ലേലത്തിൽ സജീവമായിരുന്നു. അന്താരാഷ്ട്ര വിപണിയിൽ കുരുമുളകിന് പിന്നാലെ വെള്ളക്കുരുമുളക് വിലയും കുതിച്ചുകയറുന്നു. ഈസ്റ്റർ ആവശ്യങ്ങൾക്കുള്ള ചരക്ക് സംഭരണത്തിന് യൂറോപ്യൻ രാജ്യങ്ങൾ കാണിച്ച താൽപര്യമാണ് വിപണി ചൂടുപിടിക്കാൻ അവസരമൊരുക്കിയത്. മലേഷ്യ വൈറ്റ് പെപ്പർ വില ടണ്ണിന് $12,000 ഉയർത്തിയതോടെ ഇന്തോനേഷ്യൻ കയറ്റുമതിക്കാർ അവരുടെ വില $10,100 വിയറ്റ്നാം $9,550 കൊട്ടേഷനിറക്കി. ആഗോള സുഗന്ധവ്യഞ്ജന വിപണിയിൽ കുരുമുളക് കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് കണ്ട് സ്റ്റോക്കിസ്റ്റുകൾ ഉൽപ്പന്നത്തിൽ പിടിമുറുക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സബ്സിഡി കിട്ടാതെ പട്ടുനൂൽ കർഷകർ. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ജപ്തി ഭീഷണി നേരിട്ട കർഷകർ. സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട സബ്സിഡി കിട്ടാതായതോടെ ദുരിതത്തിലായിരിക്കുകയാണ് പട്ടുനൂൽ പുഴു വളർത്തൽ കർഷകർ. സബ്സിഡി പ്രതീക്ഷിച്ച് സ്വന്തമായി പണം മുടക്കിയവരാണ് ഭൂരിഭാഗവും. എന്നാൽ എടുത്ത വായ്പ തിരിച്ചടയ്ക്കാൻ പോലും കർഷകരിൽ പലർക്കും സാധിക്കാത്ത സ്ഥിതിയാണുള്ളത്. പലരും ജപ്തിയുടെ വക്കിലാണ്. മൾബറി കൃഷി, പുഴുവിനെ വളർത്താനുള്ള ഉപകരണങ്ങൾ വാങ്ങൽ, ഷെഡ് നിർമ്മാണം, ജലസേചനം എന്നിവയ്ക്കായി കേന്ദ്ര സർക്കാർ 50%, സംസ്ഥാന സർക്കാർ 25% സബ്സിഡി നൽകുമെന്നാണ് പറഞ്ഞിരുന്നത്. ബാക്കി 25% സ്വന്തമായി മുടക്കണം. പട്ടുനൂൽ പുഴു വളർത്തൽ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഈ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടില്ലെന്ന പരാതിയും വ്യാപകമാണ്. അനുവദിച്ച ഫണ്ടുകൾ കർഷകർക്ക് വിതരണം ചെയ്തുവെന്ന് അധികൃതർ വ്യക്തമാക്കുമ്പോഴും വലിയൊരു വിഭാഗം കർഷകർക്കും ഇതിന്റെ ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടില്ല. സർക്കാർ ഇടപെട്ട് സാമ്പത്തിക സഹായം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർക്ക് പരാതികൾ നൽകിയിട്ടും ഇതുവരെയും ശാശ്വത പരിഹാരമുണ്ടായിട്ടില്ലെന്നും കർഷകർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കർണാടകയിലെ കർഷകരെ ശാക്തീകരിക്കുന്നതിൽ ബാങ്ക് ഓഫ് ബറോഡ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. സാമ്പത്തിക സാങ്കേതിക വിദ്യയിലാണ് ബാങ്ക് കർഷകർക്ക് കൈത്താങ്ങാവുന്നത്. കർണാടകയിലെ കർഷകരെ സാമ്പത്തിക സഹായം, സാങ്കേതിക വിദ്യ എന്നിവയിലൂടെ ശാക്തീകരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ബാങ്ക് ഓഫ് ബറോഡയെന്നാണ് ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ബീന വഹീദ് വ്യക്തമാക്കുന്നത്. കാർഷിക ഉൽപാദനക്ഷമതയും സുസ്ഥിരതയും വർദ്ധിപ്പിക്കുന്നതിന് സാമ്പത്തിക പിന്തുണ, സാങ്കേതിക ഉപകരണങ്ങൾ, വിപണി പ്രവേശനം എന്നിവ നൽകുകയാണ് ലക്ഷ്യം. കർണാടക സർക്കാരിന്റെ കർഷക രജിസ്ട്രേഷൻ ആൻഡ് യൂണിഫൈഡ് ബെനിഫിഷ്യറി ഇൻഫർമേഷൻ സിസ്റ്റം പോർട്ടലുമായി ബാങ്കിംഗ് സംവിധാനം സംയോജിപ്പിച്ചിട്ടുണ്ട്. ഇതുവഴി എളുപ്പത്തിൽ വായ്പ നൽകാൻ സാധിക്കും. കൂടാതെ കാർഷിക വായ്പകളിലെ വഞ്ചന, ഭൂമി രേഖകളുടെ ദുരുപയോഗം എന്നിവ കുറയ്ക്കാനും ഇത് സഹായിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. ഡിജിറ്റൽ ബറോഡ കിസാൻ ക്രെഡിറ്റ് കാർഡുകൾ വഴി ബാങ്ക് 2 ലക്ഷം രൂപ വരെയുള്ള വിളവായ്പകൾ നൽകുമെന്നും വ്യക്തമാക്കി. കർണാടകയിൽ ഏകദേശം 1,700 കോടി രൂപയുടെ BKCC അഡ്വാൻസുകൾ ഇതിനകം സജ്ജമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ സുഗന്ധവ്യഞ്ജന വിപണി 2033 $61 ബില്യൺ എത്തും. 10.56% വാർഷിക വളർച്ച കൈവരിക്കുമെന്നാണ് വിപണി വിലയിരുത്തൽ. 2033 ആകുമ്പോഴേക്കും ഇന്ത്യൻ സുഗന്ധവ്യഞ്ജന വിപണി $61 ബില്യൺ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബംഗളൂരുവിൽ നടക്കുന്ന അന്താരാഷ്ട്ര സ്പൈസ് കോൺഫറൻസ് 2025-ലാണ് ഈ വിലയിരുത്തൽ. ആഗോള സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിന്റെ കേന്ദ്രമായി ഇന്ത്യ തുടരുകയാണ്. 2024-ൽ $24 ബില്യൺ മൂല്യമുള്ള ഇന്ത്യൻ സുഗന്ധവ്യഞ്ജന വിപണി 10.56% വാർഷിക വളർച്ച കൈവരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ വളർച്ച സുഗന്ധവ്യഞ്ജന കൃഷി, സംസ്കരണം, ഉപഭോഗം എന്നിവയിലെ പരിവർത്തനത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ്. വ്യത്യസ്ത സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഔഷധമൂല്യം പരിഗണിച്ച് ഫാർമസ്യൂട്ടിക്കലുകൾക്ക് സമാനമായ കർശനമായ മാനദണ്ഡങ്ങളോടെ മരുന്നുകൾക്ക് സമാനമായി പരിഗണിക്കാനും സമ്മേളനത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. വിത്ത് വികസനം, കീടനാശിനി കുറയ്ക്കുന്നതിനുള്ള നാനോ ടെക്നോളജി,
സസ്യപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ബയോ ഉത്തേജകങ്ങൾ എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും സ്പൈസസ് കോൺഫറൻസ് മുന്നോട്ട് വെച്ചു. ഓൾ ഇന്ത്യ സ്പൈസസ് എക്സ്പോർട്സ് ഫോറമാണ് സ്പൈസസ് കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത്. കോൺഫറൻസ് നാളെ സമാപിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വില പിന്തുണ പദ്ധതി പ്രകാരം സംഭരിക്കുന്ന സോയാബീൻ ജൂലൈ വരെ പൊതുവിപണിയിൽ വിൽക്കരുതെന്ന് സോയാബീൻ പ്രോസസേഴ്സ് അസോസിയേഷൻ വിലയിൽ കൂടുതൽ ഇടിവിന് കാരണമായേക്കുമെന്നാണ് സംഘടന ചൂണ്ടിക്കാട്ടുന്നത്. വില പിന്തുണ പദ്ധതി പ്രകാരം വാങ്ങിയ സോയാബീനുകളുടെ വിൽപ്പന ജൂലൈക്ക് മുൻപ് അനുവദിക്കരുതെന്ന് സോയാബീൻ പ്രോസസേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇതിനകം തന്നെ മിനിമം പിന്തുണ വില നിലവാരത്തിന് താഴെയാണ് സോയാബീന്റെ വില നിലവാരം. ഇത് കൂടുതൽ ഇടിവിലേക്ക് നീങ്ങാൻ കാരണമാകുമെന്നാണ് വിലയിരുത്തൽ. കൂടാതെ ഖാരിഫ് വിതയ്ക്കൽ സാധ്യതകളെ ബാധിക്കുകയും ചെയ്യും. നാഫെഡിന്റെ ഏറ്റവും പുതിയ സംഭരണ ഡാറ്റ പ്രകാരം 2024-25 ഖാരിഫ് മാർക്കറ്റിംഗ് സീസണിൽ അടിസ്ഥാന താങ്ങുവിലയായ 4,892 രൂപയ്ക്ക് 14.71 ലക്ഷം ടണ്ണിലധികം സോയാബീൻ വാങ്ങിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ നിന്നാണ് ഏറ്റവും അധികം സംഭരിച്ചിരിക്കുന്നത്. സോയാബീൻ വിൽക്കാനുള്ള നീക്കം സമയബന്ധിതമല്ലെന്നും വിലയിൽ കൂടുതൽ ഇടിവിന് കാരണമാകുമെന്നും വരാനിരിക്കുന്ന ഖാരിഫ് സീസണിൽ സോയാബീൻ വിതയ്ക്കുന്നതിൽ നിന്ന് കർഷകരെ നിരുത്സാഹപ്പെടുത്തണമെന്നും സോപ്പ ചെയർമാൻ ഡവിഷ് ജെയിൻ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗിന് അയച്ച കത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിളവെടുപ്പ് തുടങ്ങിയിട്ടും വിപണിയിൽ നാളികേരക്ഷാമം തുടരുന്നു. ഉൽപാദനത്തിലെ ഇടിവ് വെളിച്ചെണ്ണ വില ഉയർത്തിയേക്കും. നാളികേര വിളവെടുപ്പ് പുരോഗമിച്ചെങ്കിലും പ്രതീക്ഷിച്ച പോലുള്ള ഉൽപാദനം കർഷകർക്ക് ഉറപ്പുവരുത്താനാകാത്ത സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ ഏപ്രിൽ-മെയ് കാലയളവിലെ ഉയർന്ന ചൂടിൽ വ്യാപകമായി മച്ചിങ്ങ കൊഴിച്ചിലിന് വഴിവെച്ചിട്ടുണ്ട്. ഇതാണ് ഈ വർഷം വിളവ് കുറയാൻ കാരണമായി ഉൽപാദകർ വിലയിരുത്തുന്നത്. തെക്കൻ കേരളത്തിൽ നിന്നും അതിർത്തി ജില്ലകളിൽ നിന്നും പച്ചത്തേങ്ങ തമിഴ്നാട്ടിലേക്ക് കയറ്റിപ്പോകുന്നുണ്ടെങ്കിലും വ്യവസായികളുടെ ആവശ്യാനുസരണം ചരക്ക് ലഭിക്കുന്നില്ല. കൊച്ചി, കാങ്കയം വിലകൾ തമ്മിൽ കിൻഡലിന് 200 രൂപയുടെ വ്യത്യാസം മാത്രമാണുള്ളത്. കാങ്കയത്ത് 14,850 രൂപയിലും കേരളത്തിൽ 15,050 രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത്. അടുത്ത മാസം ലഭ്യത ഉയരുമെന്ന പ്രതീക്ഷയിലാണ് മില്ലുകാർ. വിലക്കയറ്റം കണ്ട തമിഴ്നാടിന്റെ പല ഭാഗങ്ങളിലും കർഷകർ വിളവെടുപ്പ് നടത്തുന്നുണ്ടെങ്കിലും മൂപ്പ് കുറഞ്ഞ നാളികേരമായതിനാൽ ഭക്ഷ്യ ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപകരിക്കൂ. മാസാരംഭം അടുത്ത സാഹചര്യത്തിൽ വെളിച്ചെണ്ണയ്ക്ക് പ്രാദേശിക ഡിമാൻഡ് ഉയരുന്നത് മുൻനിർത്തി ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് വൻകിട മില്ലുകാർ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 192, RSS 5 188, ലാറ്റക്സ് 135, ജാതിക്ക 400, ജാതിപത്രി 2000 മുതൽ 2300 വരെ, ഗ്രാമ്പു 920, അടയ്ക്ക 230, കാപ്പിക്കുരു 375, കൊക്കോ പരിപ്പ് 620, കുരുമുളക് ഗാർബിൾ 67,200, കുരുമുളക് അൺഗാർബിൾ 65,200, ഏലക്ക 2,700 മുതൽ 2,800 വരെ, വെളിച്ചെണ്ണ 22,400, കൊപ്ര 17,300, ചുക്ക് 22,500.